ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ കയ്യിലെ KGC നായരുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 6.17 ഇല്ലസ്ട്രേഷൻ 5 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. വീരാൻ ഫെയിൽഡ് ടു ബാലൻസ് ഹിസ് ട്രയൽ ബാലൻസ്, ദ ക്രെഡിറ്റ് സൈഡ് ബീയിങ് മോർ ബൈ ₹420. വീരാന് തൻ്റെ ട്രയൽ ബാലൻസ് ടാലി ചെയ്യാൻ പറ്റിയില്ല. കാരണം ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ 420 രൂപ കൂടുതലായിരുന്നു ഡെബിറ്റ് സൈഡിനേക്കാൾ. ദ ഡിഫറൻസ് ഈസ് പ്ലേസ്ഡ് ഇൻ എ സസ്പെൻസ് അക്കൗണ്ട്. ആ ഡിഫറൻസ് താൽക്കാലികമായിട്ട് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ലേറ്റർ ഓൺ ദി ഫോളോയിങ് ആർ ഡിസ്കവേർഡ്. അതിനുശേഷമാണ് താഴെ കാണുന്ന എറേഴ്സ് കണ്ടുപിടിക്കപ്പെടുന്നത്. ഗീവ് റെക്ടിഫൈങ് എൻട്രീസ് ആൻഡ് ഓൾസോ പ്രിപ്പയർ സസ്പെൻസ് അക്കൗണ്ട്. ഈ തെറ്റുകൾ തിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള റെക്ടിഫൈങ് എൻട്രീസും സസ്പെൻസ് അക്കൗണ്ടും തയ്യാറാക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, സെയിൽസ് ബുക്ക് വാസ് അണ്ടർ കാസ്റ്റ് ബൈ ₹100. എന്താണ് അതിൻ്റെ അർത്ഥം? സെയിൽസ് ബുക്കിൽ 100 രൂപ കുറഞ്ഞു കിടക്കുന്നു എന്നല്ലേ? അതായത് സെയിൽസ് അക്കൗണ്ടിൽ 100 രൂപ കുറവാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. സെയിൽസ് അക്കൗണ്ടിൽ 100 രൂപ കുറവെന്ന് പറയുമ്പോൾ സെയിൽസ് അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ് ഈ കുറവ് വരുന്നത്? ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ? സെയിൽസ് അക്കൗണ്ടിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് വരേണ്ടത്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ 100 രൂപ കുറവാണെന്നല്ലേ അർത്ഥം. അപ്പൊ അത് റെക്ടിഫൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? സെയിൽസ് അക്കൗണ്ടിൽ 100 രൂപ ക്രെഡിറ്റ് ചെയ്താൽ മതി. എന്തെന്നും പറഞ്ഞ്? സസ്പെൻസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് 100 രൂപ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ സെയിൽസ് അക്കൗണ്ട് ഓക്കെ ആയി. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുഡ്സ് ഫോർ ₹300 പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം രാജ് വാസ് റോങ്ലി എൻറ്റേർഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. ദ അക്കൗണ്ട് ഓഫ് രാജ് വാസ് കറക്റ്റ്ലി ക്രെഡിറ്റഡ്. 300 രൂപയുടെ സാധനം രാജിന്റെ അടുക്കൽ നിന്നും കടത്തിൽ വാങ്ങിച്ചത് തെറ്റിച്ച് സെയിൽസ് ബുക്കിലാണ് രേഖപ്പെടുത്തിയത്. പർച്ചേസ് ആണ് കേട്ടോ. അത് ഏത് ബുക്കിൽ കൊണ്ടുപോയി രേഖപ്പെടുത്തി? സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തി. ദ അക്കൗണ്ട് ഓഫ് രാജ വാസ് കറക്റ്റ്ലി ക്രെഡിറ്റഡ്. എന്നാൽ രാജയുടെ അക്കൗണ്ടിൽ കറക്റ്റായിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പം പ്രശ്നം ഏത് അക്കൗണ്ടിനാണ്? സെയിൽസ് അക്കൗണ്ടിനും പർച്ചേസ് അക്കൗണ്ടിനാണ്. അപ്പൊ പർച്ചേസ് ചെയ്ത് തെറ്റിച്ച് സെയിൽസ് അക്കൗണ്ടിൽ കൊണ്ടെഴുതി. അപ്പൊ അതെങ്ങനെയായിരിക്കും എഴുതിയിരിക്കുന്നത്? സെയിൽസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ സെയിൽസ് അക്കൗണ്ട് എത്ര രൂപയുടെയാണ്? 300 രൂപയുടെയാണ്. അപ്പൊ സെയിൽസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ 300 രൂപ തെറ്റിച്ച് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് സെയിൽസ് അക്കൗണ്ടിൽ അല്ലല്ലോ എഴുതേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ക്രെഡിറ്റിന്റെ എഫക്റ്റ് ക്യാൻസൽ ചെയ്യണം. ഈ 300 ഇവിടെ വരരുത്. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സെയിൽസ് അക്കൗണ്ടിൽ ഒരു 300 ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ എഫക്റ്റ് പോയല്ലോ. അപ്പൊ നമ്മൾ എന്തെന്ന് പറഞ്ഞു വേണം അത് ഡെബിറ്റ് ചെയ്യാനായിട്ട്? സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തല്ലേ ചെയ്യുന്നത്. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് സെയിൽസ് അക്കൗണ്ടിൽ ഒരു 300 രൂപ ഡെബിറ്റ് ചെയ്തു. അപ്പം സെയിൽസ് അക്കൗണ്ടിൽ തെറ്റിച്ച് ചെയ്തതിന്റെ ഇഫക്റ്റ് നമ്മൾ ക്യാൻസലായി. ഇതുകൊണ്ട് തീർന്നില്ലല്ലോ. ശരിക്കും ഇത് ഏത് അക്കൗണ്ടിലാണ് വരേണ്ടത്? പർച്ചേസ് അക്കൗണ്ടിലല്ലേ വരേണ്ടത്. അപ്പം ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയെന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ അത്രയും തുക ഡെബിറ്റ് വരികയല്ലേ വേണ്ടത്. അപ്പൊ പർച്ചേസ് അക്കൗണ്ടിൽ 300 രൂപ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്തെന്നും പറഞ്ഞ്? സസ്പെൻസ് അക്കൗണ്ട് എന്നും പറഞ്ഞ്. അപ്പൊ നോക്കിക്കേ, ഇപ്പം കറക്റ്റായി. അതായത് സെയിൽസ് ബുക്കിൽ തെറ്റിച്ച് രേഖപ്പെടുത്തിയ ആ 300 അത് ക്യാൻസൽ ചെയ്തു. പകരം പർച്ചേസ് അക്കൗണ്ടിൽ എന്ത് വരികയും ചെയ്തു? 300 ഡെബിറ്റ് വരികയും ചെയ്തു. അപ്പൊ എങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ എൻട്രി വരേണ്ടത്? അപ്പൊ സെയിൽസ് അക്കൗണ്ടിൽ 300 ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 300, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 300 ടു സസ്പെൻസ് അക്കൗണ്ട്. ഈ രണ്ടും കൂടി ചേർത്ത് എത്ര വരണം? 600 അല്ലെ? രണ്ടും കൂടി ചേർത്ത് എഴുതിയിരിക്കുന്നതാണ്. സസ്പെൻസ് അക്കൗണ്ടിൽ ഇപ്പോൾ ഇവിടെ 300 വന്നിട്ടുണ്ട്, ഇവിടെ 300 വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് 600 എഴുതിയിരിക്കുന്നു. അപ്പൊ നോക്കിയേ, സെയിൽസ് അക്കൗണ്ടിൽ 300 റെക്ടിഫൈങ് എൻട്രി എന്ന് പറയുന്നത് സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 300, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 300 ടു സസ്പെൻസ് അക്കൗണ്ട് 600. ഇത് കോമ്പൗണ്ട് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് സസ്പെൻസ് അക്കൗണ്ടിന്റെ രണ്ടും കൂടെ ചേർത്ത് അല്ലേ? ഇപ്പൊ ഇത് നോക്കിക്കേ, ഇത് സെപ്പറേറ്റ് എഴുതുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഇങ്ങനെയല്ല നമ്മൾ എഴുതുന്നത്. എന്താ? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ
സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 300, സസ്പെൻസ് അക്കൗണ്ട് 300. പിന്നെ അടുത്ത പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 300, സസ്പെൻസ് അക്കൗണ്ട് 300. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ കോമ്പൗണ്ട് ചെയ്ത് നമ്മളിവിടെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 300, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 300 ടു സസ്പെൻസ് അക്കൗണ്ട് രണ്ടിലുണ്ട്, അത് രണ്ടും കൂടെ ചേർത്ത് എത്ര എഴുതിയിരിക്കുന്നു? 600 എഴുതിയിരിക്കുന്നു. അപ്പം നമ്മുടെ അക്കൗണ്ടുകളെല്ലാം കറക്റ്റായി. ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യന് ചെയ്യുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, സെയിൽസ് റിട്ടേൺസ് ബുക്ക് വാസ് അണ്ടർ കാസ്റ്റ് ബൈ ₹30. സെയിൽസ് റിട്ടേൺ ബുക്കിൽ 30 രൂപ കുറഞ്ഞു കിടക്കുന്നു എന്നല്ലേ അണ്ടർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് ഈ കുറവ് വന്നത്? സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസേ വരികയുള്ളൂ. അപ്പോൾ സെയിൽസ് റിട്ടേണിന് ഏത് ബാലൻസ് ആണ് വരേണ്ടത്? ഡെബിറ്റ് ബാലൻസ് അല്ലേ വരേണ്ടത്. അപ്പം സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്, അതായത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഈ 30 രൂപ കുറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ എന്ത് ചെയ്യണം? സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 30 രേഖപ്പെടുത്തണം. എന്തെന്നും പറഞ്ഞ്? സസ്പെൻസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് 30 രൂപ സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായി. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്? കണ്ടോ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 30 വന്നിരുന്നു. അതിന് മുമ്പൊക്കെയുള്ള എൻട്രി ഇത് ഇവിടെ കിടപ്പുണ്ട്, ഞാൻ ടെക്സ്റ്റിൽ കാണിച്ചു തരാൻ മറന്നുപോയതാണ്. ഫസ്റ്റത്തെ കണ്ടോ, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കണ്ടോ, അങ്ങനെയല്ലായിരുന്നോ? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് കറക്റ്റ് ചെയ്തപ്പോൾ. ഇപ്പോൾ രണ്ടാമത്തെ ആണെങ്കിൽ കണ്ടോ, സെയിൽസ് അക്കൗണ്ടിൽ 300 ഡെബിറ്റ് ചെയ്തിരിക്കുന്നു, സെയിൽസ് അക്കൗണ്ടിൽ 300 ഡെബിറ്റ് ചെയ്തിരിക്കുന്നു, പർച്ചേസ് അക്കൗണ്ടിൽ 300 ഡെബിറ്റ് ചെയ്തിരിക്കുന്നു, സസ്പെൻസ് അക്കൗണ്ടിൽ 600 ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇനി അടുത്തത് ഫോർത്ത്, എ ക്രെഡിറ്റ് ഐറ്റം ഓഫ് ₹10 വാസ് റോങ്ലി ഡെബിറ്റഡ് ടു റെന്നീസ് അക്കൗണ്ട്. 10 രൂപയുടെ ഒരു ക്രെഡിറ്റ് ഐറ്റം തെറ്റിച്ച് റെന്നിയുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അല്ലേ. അപ്പം നോക്കിക്കേ, റെന്നിയുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 100 രൂപയാണ്. അപ്പോൾ ഇതാണ് റെന്നി അക്കൗണ്ട്. അപ്പോൾ റെന്നി അക്കൗണ്ടിൽ 100 രൂപ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡെബിറ്റ് ചെയ്തേക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഈ ഡെബിറ്റിൻ്റെ ഇഫക്റ്റ് കളയണം. അപ്പോൾ റെന്നി അക്കൗണ്ടിൽ എത്ര ക്രെഡിറ്റ് ചെയ്താൽ മതി? 100 രൂപ ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെ ശരിക്കും ഒരു ക്രെഡിറ്റ് 10 റുപ്പീസിൻ്റെ ഒരു ക്രെഡിറ്റ് അവിടെ വരികയും കൂടി വരണം അല്ലേ. ക്രെഡിറ്റ് ഐറ്റം ഓഫ് ₹10 എന്നല്ലേ, അപ്പം അത് വരികയും കൂടി വരണം. അപ്പോൾ ഈ 100ൻ്റെ കൂടെ ഒരു 10ഉം കൂടി ക്രെഡിറ്റ് ചെയ്താലല്ലേ കാര്യങ്ങൾ ശരിയാകുകയുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര രൂപ റെന്നി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം? ഇത് 2ഉം 100ഉം 10ഉം കൂടെ ചേർത്ത് 110 രൂപ സസ്പെൻസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് റെന്നി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഈ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യപ്പെടുന്നത്. കണ്ടോ, അതാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 110, റെന്നി അക്കൗണ്ട് 110, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു റെന്നി അക്കൗണ്ട് എൻട്രി വരുമ്പോൾ. ഇപ്പം നമ്മൾ എല്ലാ റെക്ടിഫിക്കേഷൻ എൻട്രികളും രേഖപ്പെടുത്തി. ഇനി സസ്പെൻസ് അക്കൗണ്ടും കൂടി ക്രിയേറ്റ് ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. മുമ്പത്തെ പോലെ തന്നെ, അതായത് ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് 420 കൂടി കിടക്കുന്നത്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എവിടെ വേണം എമൗണ്ട് രേഖപ്പെടുത്താൻ? ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ വേണമല്ലോ രേഖപ്പെടുത്താൻ. കണ്ടോ, അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് 420 കണ്ടോ, ഇതാണ് കൂടി കിടക്കുന്ന ബാലൻസ്. അപ്പോൾ 420 സസ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ഈ എൻട്രിയിലെ അനുസരിച്ചുള്ള പോസ്റ്റിംഗ് നടത്തിയാൽ മതി. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്, സെയിൽസ് എന്ന് പറഞ്ഞ് 100 രേഖപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ്, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 300, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 300 ടു സസ്പെൻസ് അക്കൗണ്ട് 300 അല്ലേ അവിടെ വരുന്നത്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എന്ന് പറഞ്ഞ് 300 രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ സസ്പെൻസ് അക്കൗണ്ട് എന്നല്ലേ വരുന്നത്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് എന്ന് പറഞ്ഞും 300 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അടുത്തത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലല്ലേ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞ് 30 പോസ്റ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ്, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 110 ടു റെന്നി അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെന്നി അക്കൗണ്ട് എന്ന് പറഞ്ഞ് 110 പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി ടോട്ടൽ ചെയ്ത് നോക്കിക്കോ, രണ്ടും ഈക്വൽ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ മോഡൽ പ്രോബ്ലംസ് ചെയ്യുന്നത്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.